മക്കൾക്ക് നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് മക്കളെല്ലാവരും നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈത്തപ്പഴം ഉണ്ടായിരുന്നു വീട്ടിൽ, അങ്ങനെ ഫ്രിഡ്ജിൽ പാൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈത്തപ്പഴം കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈത്തപ്പഴം ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈത്തപ്പഴം കുറച്ച് സോഫ്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് അടിച്ചെടുത്താൽ എന്താ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ ഞാനിത് ജ്യൂസൊക്കെ സെറ്റാക്കി എടുത്തിട്ട് പിന്നെ അനിയത്തിയും മക്കളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അവർ വന്നിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രിഡ്ജിൽ എന്താ കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി. സത്യം പറഞ്ഞാൽ ബീഫും കൊണ്ടുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് മക്കൾക്കും. ഞങ്ങളൊക്കെ ചിക്കൻ്റെ ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബീഫ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി ചിക്കനൊന്നും വാങ്ങിക്കാൻ പോകണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അത് കുക്കറിലിട്ട് അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഗ്യാസുമ്പോൾ തന്നെയാണ് ബിരിയാണിയൊക്കെ വെക്കണത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇശല് ഓരോന്നോട്ട് ഇങ്ങനെ വരും കേട്ടോ. ഉമ്മച്ചി ഇത് തൊലിച്ചോണ്ടാ മറ്റേ തൊലിച്ചോണ്ട് നമ്മളുടെ ഓൾക്ക് ഈ മുട്ടായി തിന്നൽ തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഞാൻ ബിരിയാണിക്ക് ഇല്ലതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ വിറകടുപ്പിൽ തീ കൂട്ടിയിട്ടില്ല കേട്ടോ. അതായത് ഞാൻ ഈ ഗ്യാസുമ്മയും കറണ്ടടുപ്പത്തും തന്നെയാണ് കുക്ക് ചെയ്യാറ്. പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിങ്ങനെ സിമ്പിളായിട്ട് ഒരു ബിരിയാണി വെക്കും. ഞാനത് കറണ്ടടുപ്പത്ത് അങ്ങനെ അരി തിളപ്പിച്ചും അതുപോലെ തന്നെ ഗ്യാസുമ്മേ എന്താ പറയുക മസാലയൊക്കെ വാട്ടിയെടുക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കുക്ക്. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ബീഫ് വന്നപ്പോൾ അതൊക്കെ കോരി അതിലേക്ക് ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഞാൻ ഉള്ളി ഒരു ചോപ്പറിലിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണ കണ്ടപ്പോൾ ഏഷ്യനിൽ വിചാരം ഇത് പെട്ടെന്ന് തന്നെ നല്ല ഈസിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യട്ടെ വെച്ചെന്ന് പറഞ്ഞ കരയായിരുന്നു കേട്ടോ. എന്നാൽ ചെയ്തോന്ന് പറഞ്ഞ് ചെയ്യാൻ കൊടുത്തപ്പോഴോ അതിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയിട്ട് ഓള് കരഞ്ഞിട്ടുണ്ടായി. അങ്ങനെ തൈരൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ബിരിയാണി ആ ഒരു ദമ്മിടുന്ന ടൈമിൽ ഞങ്ങളിവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിൽ മഴ പെയ്തിട്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാത്രത്തിൽ കൊള്ളാത്തതും കൊണ്ട് തന്നെ ഞാൻ വേറൊരു ചെമ്പും കൂടി എടുത്തിട്ട് അതിലും കൂടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കണ ആ ഒരു ടൈമിൽ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ മക്കൾക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയും മക്കളും രാത്രി പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ അവർ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇശലിങ്ങനെ ഉമ്മച്ചി ഇവരോട് പോകണ്ട ഉമ്മച്ചി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവരോട് പോകണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എങ്ങനെ പോവാതിരിക്കുക, ഒക്കെ എല്ലാവരും മക്കൾക്കൊക്കെ സ്കൂളും മദ്രസൊക്കെ ഒരു ദിവസമായതും കൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ ഒന്നിച്ച് നിന്നിട്ട് കളിച്ചിട്ടില്ല, പുതിയിട്ട് മാറിയിട്ടും ഇല്ല. പിന്നെ എല്ലാവരും പാടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ് കേട്ടോ. ഇനി അത് ഓരോ ദിവസമാണെങ്കിലും ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് കേടന്നും കൊണ്ട് തന്നെ വണ്ടി ഓല് താഴത്ത് നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പോയിട്ടാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.